ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ? സാധാരണ ഒരു ലവ് സ്റ്റോറിയായി തുടങ്ങി ഒരു ഘട്ടത്തിൽ ത്രില്ലറായി മാറി പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ ഒന്നൊന്നായി തരുന്ന ഒരു അടിപൊളി മാസ് മൂവിയാണിത്. വിക്രം എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും കഠിനാധ്വാനം നിറഞ്ഞ ഐ എന്ന സിനിമയുടെ കഥയിലേക്ക് നമുക്ക് നേരെ പോകാം. സിനിമ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു വലിയ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ്. പ്രശസ്ത മോഡലായ ദിയയുടെയും ദിയയുടെ കുടുംബ സുഹൃത്തും വലിയ ഡോക്ടറുമായ വാസുദേവന്റെയും വിവാഹ നിശ്ചയമാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും ആഘോഷത്തിലാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ആരും ശ്രദ്ധിക്കാതെ കൂനനായ വിരൂപനായ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നുവരുന്നു. ആരുമറിയാതെ അവൻ ദിയയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുകയും ദിയെ തട്ടിയെടുത്ത് ഒരു വലിയ പഴയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യുന്നു. ആരാണ് ഈ കൂനൻ? എന്തിനാണ് അവൻ ദിയെ കടത്തിക്കൊണ്ടുപോയത്? ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ട് സിനിമ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകൻ ലിംഗേഷിനെയാണ്. ചെന്നൈയിലെ ഒരു സാധാരണ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബോഡി ബിൽഡറാണ് ലിംഗു. അവന്റെ ഒരേയൊരു ലക്ഷ്യം മിസ്റ്റർ തമിഴ്നാട് പട്ടം സ്വന്തമാക്കുക എന്നതാണ്. അതോടൊപ്പം ടിവിയിലും മാഗസിനുകളിലും നിറഞ്ഞു നിൽക്കുന്ന ജനപ്രിയ മോഡൽ ദിയുടെ വലിയൊരു ആരാധകൻ കൂടിയാണ് അവൻ. മത്സര ദിവസം അഹങ്കാരിയായ രവി എന്ന ബോഡി ബിൽഡറെ തോൽപ്പിച്ച് ലിംഗേഷൻ മിസ്റ്റർ തമിഴ്നാട് കിരീടം നേടുന്നു. രവിക്ക് ലിംഗേഷനോട് കടുത്ത ശത്രുത ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതിനിടയിലാണ് മോഡലിംഗ് രംഗത്ത് വലിയൊരു സംഭവം നടക്കുന്നത്. ദിയക്കൊപ്പം അഭിനയിക്കുന്ന പ്രശസ്ത മോഡലായ ജോൺ ഷൂട്ടിങ്ങിനിടെ ദിയയോട് വളരെ അപമര്യാദയായി പെരുമാറുന്നു. ദിയയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജോണിനൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന ദിയ കമ്പനി ഉടമയായ ഇന്ദ്രകുമാറിനോട് പുതിയൊരു മോഡലിനെ കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. തന്റെ ഫാനായ ലിംഗേഷന്റെ ഫോട്ടോസ് കണ്ട ദിയ അവനെ സമീപിച്ച് ചൈനയിൽ വെച്ച് നടക്കുന്ന പുതിയ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം മടിച്ചെങ്കിലും ദിയോടുള്ള ഇഷ്ടം കാരണം ലിംഗേഷൻ അതിന് സമ്മതിക്കുന്നു. ചൈനയിൽ എത്തിയ ലിംഗേഷൻ ലീ എന്ന പുതിയ മോഡലിംഗ് പേരിൽ പ്രത്യക്ഷപ്പെടുന്നു. ചൈനയിലെ മനോഹരമായ ലൊക്കേഷനുകളിൽ വെച്ച് നടക്കുന്ന ഷൂട്ടിങ്ങിനിടെ ലിംഗേഷന്റെ നിരപരാധിത്വവും സഭ്യതയും കണ്ട് ദിയയ്ക്ക് അവനോട് പ്രണയം തോന്നുന്നു. ലിംഗേഷനും ദിയയും തമ്മിൽ അടുത്ത ബന്ധത്തിലാവുകയും പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു. പരസ്യം സൂപ്പർ ഹിറ്റാകുന്നതോടെ ലീ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള സൂപ്പർ മോഡലായി മാറുന്നു. എന്നാൽ ലിംഗേഷന്റെ ഈ പെട്ടെന്നുള്ള ഉയർച്ച ചിലരുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. 5 പേരാണ് ലിംഗേഷൻ എതിരായി മാറിയത്. ജോൺ ലിംഗേഷൻ വന്നതോടെ മോഡലിംഗ് ലോകത്ത് നിന്ന് പൂർണ്ണമായും പുറത്തായ മുൻനിര മോഡൽ. രവി മിസ്റ്റർ തമിഴ്നാട് മത്സരത്തിൽ തോറ്റതോടെ കരിയർ തകർന്ന ബോഡി ബിൽഡർ. ഇന്ദ്രകുമാർ നിലവാരമില്ലാത്ത പരസ്യത്തിൽ നിന്ന് ലിംഗേഷൻ പിന്മാറിയത് കാരണം കോടികളുടെ നഷ്ടം വന്ന ബിസിനസ്സുകാരൻ. ഓസ്മ ജാസ്മിൻ ലിംഗേഷനോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും എന്നാൽ ലിംഗേഷൻ അത് നിരസിക്കുകയും ചെയ്തതിൽ പകയുള്ള ട്രാൻസ്ജെൻഡറായ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഡോക്ടർ വാസുദേവൻ പുറമേ മാന്യനാണെങ്കിലും ദിയോട് ക്രൂരമായ അസൂയും മാനസികമായ ഭ്രാന്തും വെച്ചുപുലർത്തുന്ന ദിയുടെ ഫാമിലി ഡോക്ടർ. ദിയും ലിംഗേഷനും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കുന്ന ദിവസത്തിന് തൊട്ടുമുമ്പ് ഡോക്ടർ വാസുദേവന്റെ നേതൃത്വത്തിൽ ഈ 5 പേരും ചേർന്ന് ലിംഗേഷനെ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവർ ലിംഗേഷന്റെ ശരീരത്തിലേക്ക് H4N2 ഇൻഫ്ലുവൻസ് വൈറസ് കുത്തിവെക്കുന്നു. ഈ ക്രൂരമായ വൈറസ് അവന്റെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുന്ദരനായ ലിംഗേഷന്റെ ശരീരം വിരൂപമായി മാറുന്നു. അവന്റെ മുടിയും പല്ലും കൊഴിയുന്നു, പുറത്ത് വലിയ കൂൺ പ്രത്യക്ഷപ്പെടുന്നു, ചർമ്മം മുഴുവൻ തടിക്കുന്നു. തന്റെ ഈ വിരൂപമായ രൂപം ദിയ കാണരുതെന്നും ദിയയുടെ മനസ്സിൽ താൻ പഴയ സുന്ദരനായ ലിംഗേഷനായി തന്നെ ജീവിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. അതിനായി ലിംഗേഷൻ അപകടത്തിൽ മരിച്ചുപോയി എന്ന് അവൻ എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഒളിവിൽ കഴിയാൻ തീരുമാനിക്കുന്നു. എന്നാൽ കഥ അവിടുന്ന് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ലിംഗേഷൻ മരിച്ചെന്ന് വിശ്വസിപ്പിച്ച് ഡോക്ടർ വാസുദേവൻ ദിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിനെല്ലാം പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് വാസുദേവനാണെന്ന് ലിംഗേഷൻ തിരിച്ചറിയുന്നത്. തുടർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ 5 വില്ലന്മാരെയും ലിംഗേഷൻ ഓരോരുത്തരായി തേടിപ്പിടിച്ച് പ്രതികാരം ചെയ്യാൻ തുടങ്ങുന്നു. ഒന്നാമത്തെ പ്രതികാരം ഇന്ദ്രകുമാർ. ഇന്ദ്രകുമാറിന്റെ വലിയ ഡിയോഡറന്റ് ഫാക്ടറിയിൽ ലിംഗേഷൻ അതിക്രമിച്ചു കയറുന്നു. അവിടെ പ്രത്യേകതരം ഫെറോമോൺ കെമിക്കൽ ഇന്ദ്രകുമാറിന്റെ ശരീരത്തിൽ ഒഴിച്ച ശേഷം ആയിരക്കണക്കിന് തേനീച്ചകളെ അങ്ങോട്ടേക്ക് വിടുന്നു. തേനീച്ചകൾ ഇന്ദ്രകുമാറിനെ ക്രൂരമായി കുത്തി അവന്റെ മുഖം പൂർണ്ണമായി വിരൂപമാക്കുന്നു. രണ്ടാമത്തെ പ്രതികാരം രവി. ജിമ്മിൽ വെച്ച് ബോഡി ബിൽഡറായ രവിയെ ലിംഗേഷൻ പിടികൂടുന്നു. അവന്റെ ശരീരത്തിൽ പ്രത്യേകതരം ഓയിൽ പുരട്ടിയ ശേഷം തീ കൊളുത്തുന്നു. രവിയുടെ ശരീരത്തിലെ പേശികളെല്ലാം വെന്തുരുകുകയും അവന്റെ ബോഡി ബിൽഡിംഗ് കരിയർ എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രതികാരം ഓസ്മ ജാസ്മിൻ. ബ്യൂട്ടി പാർലറിലെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഓസ്മ ഉപയോഗിക്കുന്ന ഹെയർ ക്രീമിൽ ലിംഗേഷൻ വിനാശകരമായ കെമിക്കൽ കലർത്തുന്നു. അത് ഉപയോഗിക്കുന്നതോടെ ഓസ്മയുടെ ശരീരത്തിൽ മുഴുവൻ രോമങ്ങൾ വളരുന്നു. അവളുടെ ദേഹം മൊത്തം രോമങ്ങളാൽ മൂടപ്പെട്ടു. നാലാമത്തെ പ്രതികാരം ജോൺ. ഓടുന്ന ട്രെയിനിനു മുകളിൽ വെച്ച് ജോണും ലിംഗേഷനും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു.
അതിനിടയിൽ ട്രെയിൻ ട്രാക്കിലെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് വയറിൽ ലിങ്കേഷൻ ജോണിനെ തള്ളിയിടുന്നു. ശക്തമായ ഷോക്കടിച്ച് ജോണിന്റെ ശരീരം തളർന്നു പോവുകയും അവൻ ജീവച്ഛവമായി മാറുകയും ചെയ്യുന്നു. അവസാനത്തെ പ്രതികാരം ഡോക്ടർ വാസുദേവൻ. ഇനി ബാക്കിയുള്ളത് പ്രധാന വില്ലനായ വാസുദേവനാണ്. ഡോക്ടർ വാസുദേവൻ ഒരു നായയുടെ കടിയേറ്റ് റേബീസ് വാക്സിൻ സ്വയം കുത്തിവയ്ക്കാൻ പോകുന്നു. പക്ഷേ അതിനു മുമ്പ് ലിങ്കേഷനും ബാബുവും ചേർന്ന് ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. റേബീസ് വാക്സിൻ വെച്ചിരുന്ന സിറിഞ്ചുകൾ മാറ്റി അതിന്റെ സ്ഥാനത്ത് വൈറസ് അടങ്ങിയ ഇഞ്ചക്ഷനുകൾ വെക്കുന്നു. വാസുദേവൻ അത് അറിയാതെ റേബീസ് വാക്സിൻ ആണെന്ന് കരുതി ഒന്നിലധികം തവണ സ്വയം കുത്തിവയ്ക്കുന്നു. അതിന്റെ ഫലമായി ലിങ്കേഷൻ സംഭവിച്ചതുപോലെ തന്നെ വൈറസ് വാസുദേവന്റെ ശരീരത്തെയും ബാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ശക്തമായി വീർക്കുകയും രൂപഭേദം സംഭവിക്കുകയും ചെയ്യുന്നു. എല്ലാ വില്ലന്മാർക്കും അർഹിച്ച ശിക്ഷ നൽകിയ ശേഷം ലിങ്കേഷൻ ദിയുടെ മുന്നിലെത്തുന്നു. തനിക്ക് സംഭവിച്ച ക്രൂരതയെക്കുറിച്ച് അവൻ ദിയോട് വെളിപ്പെടുത്തുന്നു. ലിങ്കേഷന്റെ വിരൂപമായ രൂപം കണ്ടിട്ടും ദിയുടെ ഉള്ളിലെ പ്രണയം കുറഞ്ഞില്ല. അവൻ എത്ര വിരൂപനായാലും തന്റെ ജീവൻ ലിങ്കേഷൻ ആണെന്ന് മനസ്സിലാക്കുന്ന ദിയ അവന്റെ കൈപിടിച്ച് അവന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. സിനിമയുടെ അവസാന രംഗത്തിൽ നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു മലയോര ഗ്രാമത്തിൽ പ്രകൃതിദത്തമായ ചികിത്സയിലും ആയുർവേദത്തിലും ലിങ്കേഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദിയയുടെ പരിചരണത്തിലും പ്രകൃതിയുടെ ചികിത്സയിലും ലിങ്കേഷന്റെ ശരീരം സാവധാനം പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുന്നു. ലിങ്കേഷൻ തന്റെ പഴയ സുന്ദരമായ രൂപം വീണ്ടെടുക്കുന്നതും ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോ ഫ്രണ്ട്സ്, ശങ്കറിന്റെ ഡയറക്ഷനും വിക്രമിന്റെ അവിശ്വസനീയമായ അഭിനയവും ചേർന്ന ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ മൂവി എക്സ്പ്ലനേഷനുമായി വീണ്ടും കാണാം. ബൈ.